ഹേ ഗൈസ്, നേരം ഇപ്പോൾ പരപര വെളുത്ത് 5 മണിയായിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ തന്നെ ട്രിപ്പ് പോവുകയാണ് ഗൈസ്. ട്രിപ്പ് പോവുകയാണ് അല്ലേ ചിക്കനോ? സ്കൈ എന്തോ ഡിഫറെന്റ് ആയിട്ടാണ്. അന്നാണോ രസം തോന്നുന്നത്? ഐഫോൺ ഇത്ര ക്ലാരിറ്റി. ഈ ട്രിപ്പിൽ ഏറ്റവും എക്സൈറ്റഡായി തോന്നിയ ആദ്യത്തെ കാര്യം ഈ വ്യൂ തന്നെയായിരുന്നു. കണ്ടിട്ടും മതി വരാത്തൊരവസ്ഥ. പാലക്കാട് ബോർഡർ കഴിഞ്ഞ് ഞങ്ങളെ വെൽക്കം ചെയ്തത് ഇതുപോലത്തെ ഒരു വ്യൂ ആയിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതെന്തായാലും എനിക്കിഷ്ടമായി. ഞങ്ങളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു എപ്പോഴാണ് കേരളവും ഇങ്ങനെയൊക്കെ ആവുന്നതെന്ന്. ആരെങ്കിലുമൊക്കെ വരും, എല്ലാം ശരിയാവും എന്നാണല്ലോ അല്ലേ. എന്തായാലും ഇതെൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ നന്നായിട്ട് അത് ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിനു മുമ്പ് ഞാൻ പളനി പോയിട്ടുണ്ട്, കൊടൈക്കനാലും പോയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തത് ആദ്യമായിട്ടാണ്. ഈ വീഡിയോയിൽ കാണുന്നതിലും അതിമനോഹരമായിരുന്നു ചുറ്റിനും കാറ്റാടിയും റോഡ് സൈഡിൽ നിറഞ്ഞിരിക്കുന്ന പൂക്കളും. ഹോ, അടിപൊളി. ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടേ ഉണ്ടായി. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അതിനും മാത്രം ഭംഗിയുണ്ടോയെന്നൊക്കെ. പക്ഷെ നേരിട്ട് കാണുമ്പോൾ നിങ്ങളും കണ്ണെടുക്കില്ല, അത്രയ്ക്ക് രസമായിരുന്നു. ഇതേപോലെ മസനഗുഡി ഊട്ടി ഫുള്ള് മരമായിട്ട് നടുക്കേ കൂടി എന്താ പറയാ, നല്ല സെറ്റപ്പാണ്. കാല് വെക്കാനുള്ള തൂണ് കാണുന്നില്ല. ആര് നിൽക്കുന്ന കവന്മാരുടെ കാല് വെക്കുന്ന തൂണ് പോരാ. വേറെ പോകുന്ന വഴിയിൽ ഞങ്ങളങ്ങനെ പളനിയും കണ്ടു. അങ്ങനെ അവിടെ നിർത്തി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പതിയെ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര തുടങ്ങി. മുമ്പിലുണ്ട്. ഞാനങ്ങ് പോവാ. പെരുമാൾ മലൈ, പെരുമാൾ പിച്ചൈ. അത് കുറേ ഇല്ലേ, MB കൂടുതലുള്ളൂ. എടാ നിങ്ങൾ രണ്ടും അങ്ങോട്ട് നോക്ക്. അമ്മേ,
സ്പോട്ടിലെത്തിയ പോലത്തെ ഒരു ഫീൽ ഉണ്ട്. മഴയാറ്റം ഉണ്ടെങ്കിൽ അങ്ങനെയാ അടയാളം. ഒന്നിങ്ങോട്ട് നോക്കോ. ഒറ്റ സെക്കൻഡേ. ഇതല്ല കഴിച്ചിട്ട് കുറച്ചവിടെ തന്നെ കിട്ടിയില്ല. നിർത്താൻ വിടൂല. അങ്ങോട്ടൊക്കെ വെച്ച് നടന്നു വരണോ? ഇറങ്ങണോ? അതെ, അത് ലാഭമായിരിക്കില്ല നമുക്ക്. എല്ലാം തെറ്റാ കൂട്ടിയ. ഇന്ന് കൊടുക്കേണ്ടി എല്ലാം ഇന്ന് കൊടുക്കേണ്ടി വരുവാ. പിന്നെ പരിചയം കാണിക്കണ്ട. സുഹൃത്തുക്കളെ, ഇന്ന് അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി, ഫ്രഷായി, പിന്നെ കുറച്ച് കാര്യമൊക്കെ പറഞ്ഞിരുന്നു, ഫുഡൊക്കെ കഴിച്ചു. അന്നത്തെ ദിവസം അങ്ങനെ പോയി. ഇനി അടുത്ത റൂമിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ പാർട്ട് 2-ൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് റൂംസും കാര്യങ്ങളും പിന്നെ ഞങ്ങൾ പോയ സ്ഥലങ്ങളും ഒക്കെ നിങ്ങൾ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അടുത്ത വീഡിയോനായി വെയിറ്റ് ആൻഡ് വാച്ച്.